ഭാരതാംബ അത് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ സർവരും അംഗീകരിക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണ്. ഈ ഔദ്യോഗിക പരിപാടിയിൽ, രാജ്ഭവനിലെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം അത് പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം. അത് ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു പൊതു സങ്കല്പമല്ലേ, അതിന് ഈ രാഷ്ട്രീയ വർഗ ആ ഒരു നിറം ചാർത്തേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ഭാരതാംബ എന്ന് പറയുന്നത് ആ ഭാരതാംബ RSSന്റെ സങ്കല്പ ഭാരതാംബയാണ്. നമ്മുടെ ഗവർണർ പൂർണ്ണമായും RSS വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. ഒരു RSS വിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമല്ല, ഒരു മതേതര ജനാധിപത്യ സെക്കുലർ രാജ്യമാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ ഗവർണർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം ആ നിലയിൽ ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ പോലെയൊക്കെ തന്നെ അത് മാറണം. മനസ്സിലായ? അതിവിടെ മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ അതിനൊട്ടും തയ്യാറല്ല. ഇവിടുത്തെ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് അല്ലെങ്കിൽ RSSലേക്ക് പോയിരിക്കുന്ന കുറച്ച് ഹിന്ദുക്കൾ ഒഴിച്ച് ബഹുഭൂരിപക്ഷം വന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഇതൊരു ഹിന്ദുക്കളുടേത് മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. കാരണം ഇവിടെ അതായത് ഇപ്പോൾ കനിമൊഴി കേന്ദ്ര ഗവൺമെൻറ് ലോകത്ത് മുഴുവനും ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കനിമൊഴി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ് ഇന്ത്യയുടെ മതം എന്ന് പറഞ്ഞപ്പോൾ നാനാത്വത്തിലെ ഏകത്വം എന്ന് കൃത്യമായി അവർ പറയുണ്ടായി. അപ്പോൾ നമ്മുടെ ഭരണഘടന അതാണ്. അപ്പം ആ ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഗവർണർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല അവിടെ ചെയ്യേണ്ടത്. ഭരണഘടനാപരമായ കാര്യങ്ങൾ മാത്രമേ രാജ്ഭവനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. കൃഷിമന്ത്രി അതിലെടുത്ത നിലപാട് P. പ്രസാദ് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലല്ല ആ നിലപാടെടുത്തത്. അവൾ മന്ത്രി എന്ന നിലയിലും അദ്ദേഹവും ഈ ഭരണഘടനാ പദവി നിലനിർത്തുന്ന ഒരാളാണ്. ആ നിലയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിനെ മറികടന്നുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കൊടി കൊണ്ട് ഈ ഗവർണറുടെ ഇതിൽ ഒരു ഗവർണറായിട്ട് വരുന്ന ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാൾക്ക് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കൊടി കുത്താൻ പറ്റുമോ? ലെനിന്റെ പ്രതിമ വയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ അല്ലാത്തൊരു, പ്രത്യേകിച്ച് ഗവർണറുടെയും ഇപ്പൊ ഗവർണർ, പ്രസിഡന്റ്, പിന്നെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സമിതികൾ തമ്മിൽ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു യൂണിറ്ററി സ്റ്റേറ്റിൽ ഒരു ഗവർണർക്ക് അല്ലെങ്കിൽ ഒരു രാജ്യഭരണത്തിൽ ഉണ്ടാകേണ്ട അവകാശങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാണ് ഗവർണർമാരും പ്രസിഡന്റുമാരും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് തന്നെ ചീഫ് ജസ്റ്റിസിന് ഈ ഭരണഘടനാപരമായി ഗവർണർക്കും പ്രസിഡന്റിനും നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങളിൽ തർക്കമുന്നയിച്ച് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് 14 നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഒരു ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. ആ 14 നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ചോദിക്കുന്നത് പ്രധാന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഭരണഘടനാപരമായി ഒരു ബില്ല് ഒരു നിയമസഭ പാസ്സാക്കിയാൽ അത് ഗവർണറുടെ അനുമതിയോട് കൂടിയാണ് അത് നിയമമായി മാറുന്നത്. അപ്പം അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ ബില്ലിനെ ഫസ്റ്റ് എന്തെങ്കിലും അനോമലീസോ ഭരണഘടനാപരമായി എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഗവർണർക്ക് അത് തിരിച്ചയച്ചിട്ട് വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകിൽ അത് ക്ലാരിറ്റിയോട് കൂടി തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ നിയമസഭ പാസ്സാക്കി വീണ്ടും തിരിച്ചയച്ചാൽ ഗവർണർ അത് ഒപ്പിടണം എന്നുള്ളതാണ് ഇന്ന് ഭരണഘടനയിൽ നിലനിൽക്കുന്ന തത്വം, നിയമം. പക്ഷേ ഈ പല ഗവർണർമാരും ഇപ്പൊ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ, പേര് നമ്മൾ പറയണ്ടല്ലോ, ഗവർണർ അതുമായി ബന്ധപ്പെട്ട് പേര് ഞാൻ പറയാതെ ഉപേക്ഷിക്കുന്നതാണ്. കാരണം നമ്മൾ ആരെയും തർക്കത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. ഞാൻ വസ്തുത പറയാം. അദ്ദേഹവും തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിയമസഭ അംഗങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ബില്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറുടെയും ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെയും അവകാശങ്ങൾ ഉപയോഗിച്ച് കേരള സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ പറയുന്ന അല്ലെങ്കിൽ പാസ്സാക്കി കൊണ്ടുവരുന്ന ബില്ലുകൾ പാസ്സാക്കാതെ അതിൽ അനാവശ്യമായ പല ഇടപെടലുകളും നടത്തി അതൊക്കെ സുപ്രീം കോടതി തിരിച്ചടിയുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നും ഗവർണർക്ക് മേൽക്കൈ കിട്ടുകയുമില്ല.
ആദ്യത്തെ ഘട്ടത്തിലൊക്കെ പലതരത്തിൽ അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് സുപ്രീം കോടതി വരെ പോയപ്പോൾ അതൊക്കെ പ്രശ്നത്തിലായി. അപ്പൊ ഗവർണർമാർക്ക് ഒന്നുകിൽ അവർക്കത് ചെയ്യാം, അതല്ല എങ്കിൽ അവർക്ക് റഫറൻസിന് ഇത് പ്രസിഡന്റിലേക്ക് വിടാം ബില്ലുകൾ. പ്രസിഡന്റിലേക്ക് വിട്ടപ്പോൾ എന്തുണ്ടാവണം, പ്രസിഡന്റ് തന്നെ ഇപ്പൊ ചോദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയോട്. അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം ഒരാള് തീരുമാനമെടുത്താൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്നും ഒരു സമിതിയെ, അമിക്കസ് ക്യൂറി പോലെ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും. കാരണം സുപ്രീം കോടതി തമിഴ്നാട് ഗവർണറും തമിഴ്നാട് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായിട്ടും അവിടുത്തെ ബില്ലുകൾ പാസ്സാക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച ആ കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ അനിശ്ചിതമായിട്ട് ഗവർണർമാർക്ക് രണ്ടാമതയക്കുന്ന ക്ലാരിറ്റി കൊടുത്ത് രണ്ടാമതയക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതെ ഇരിക്കാൻ അത് 3 മാസത്തിന്റെ ഒരു കാലാവധി വെച്ചിട്ട് സുപ്രീം കോടതി ആ ഭരണഘടനയിൽ ഒരു കാലാവധി പറയണില്ല, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭരണഘടനാപരമായി സുപ്രീം കോടതിക്കുള്ള ഒരു പവർ ഉണ്ട്, അത് ആ ലോയിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ. അതുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്ത് അതിലൊരു ഇന്റർപ്രിട്ടേഷൻ നടത്തി അത് കൃത്യമായി ഒരു 3 മാസത്തെ കാലാവധിയിൽ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ചപ്പോൾ അത് പ്രസിഡന്റിന് ബാധകമാണ്. അതാണ് പ്രസിഡന്റ്, കാരണം ഗവർണർമാര് അവര് താല്പര്യമില്ലാത്ത ബില്ലുകൾ പ്രസിഡന്റിലേക്ക് അയച്ച് പിന്നെയും വൈകിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ പ്രസിഡന്റ് ഇപ്പോ അത് ഒരു ഭയങ്കര ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, മുഷറഫിന്റെ കാലത്താണ് പാകിസ്ഥാനിൽ ഈ വലിയ പ്രതിസന്ധി ഉണ്ടായി. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ അവിടുത്തെ സൈനിക മേധാവിയായിരുന്നല്ലോ മുഷറഫ്, അദ്ദേഹവും രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന രീതിയിൽ യൂണിറ്ററി ആയിട്ട്, അതായത് ഏകാധിപതി എന്ന നിലയിലാണ് അയാൾ ഭരിക്കുന്നത്. അയാളും തെരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സുപ്രീം കോടതിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങളിലേക്ക് ഒരു ഘട്ടത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി അതായത് ഒരു ഭരണ പ്രതിസന്ധി തന്നെ ഭരണഘടനയെ ബേസ് ചെയ്താണല്ലോ ഇവിടെ ഭരണം പോകുന്നത്. അപ്പൊ ഈ ഭരണഘടനയെ തന്നെ ഗവർണർമാരും പ്രസിഡന്റുമാരും അവരുടെ താല്പര്യത്തിന്, അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണർ തികഞ്ഞ RSS കാരനായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന് BJP ആയിട്ട് ഇവിടെ വന്ന ഒരാളാണ്. അതേസമയം ഇദ്ദേഹം പൂർണ്ണമായ ഒരു RSS കാരനാണ്, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹമൊക്കെ തമ്മിൽ നല്ല ഒരു ടേംസ് ഒക്കെ നമുക്ക് തോന്നിയെങ്കിലും അതൊന്നും നിലനിൽക്കില്ലെന്ന് നമ്മൾക്കറിയാം. കാരണം അദ്ദേഹം കൃത്യമായി ഇവിടെ വന്നിരിക്കുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ നമ്മൾ ദേശീയതയും ഈ ഭാരതഭൂമി ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പവും അത് നമ്മൾ ഈ സ്കൂൾ തലം മുതലേ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അനുവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേശീയഗാനം അടക്കമുള്ളവ നമ്മൾ ശീലിച്ചു പോകുന്നതാണ്. അതിനെ ഈ ഒരു ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി മാത്രം ചുരുക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അത് ആ നിലയിൽ കാണേണ്ട കാര്യം അല്ല. അങ്ങനെ കാണാൻ പറ്റില്ല. പരിസ്ഥിതി ദിനല്ലേ, പരിസ്ഥിതി ദിനത്തിന് ഭാരതാംബയ്ക്ക് എന്താ കാര്യം? പരിസ്ഥിതി ദിനത്തിൽ ഇപ്പൊ ഒരു റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ ദിനം അതല്ലല്ലോ. പരിസ്ഥിതി ദിനത്തിൽ അത് മാത്രമല്ല, അദ്ദേഹം വെച്ചിരിക്കുന്ന ഭാരതാംബ നമ്മുടെ ഭരണഘടനാപരമായി അംഗീകരിച്ച ഭാരതാംബ അല്ലല്ലോ. ഭാരതാംബ ഒരു സങ്കല്പം മാത്രമേ, പക്ഷെ അതിനും ഒരു സങ്കല്പത്തിന് ചില സ്ട്രക്ചർ ഉണ്ട്, മനസ്സിലായി? നമ്മുടെ ദേശീയ പതാക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിന് സങ്കല്പത്തിൽ നമ്മൾ കൊണ്ടുനടക്കുന്നത്. ഇദ്ദേഹം വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അതല്ലേ തർക്കം വന്നത്. ആ ഭാരതാംബ RSSന്റെയും ഈ ഭാരതാംബ ഇന്ത്യൻ ജനതയുടെയുമാണ്. മാത്രമല്ല ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു പരിപാടിക്ക് ഭാരതാംബയുടെ ആവശ്യമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഭാരതാംബയ്ക്കായിട്ട് ബന്ധപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പക്ഷി അല്ലെങ്കിൽ നമ്മുടെ കൊടി അല്ലെങ്കിൽ നമ്മുടെ പതാക ഇതൊക്കെ വെക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സന്ദർഭമല്ലാത്തൊരു സന്ദർഭമായിരുന്നില്ലേ ഈ പരിസ്ഥിതി ദിനം? ആ പരിസ്ഥിതി ദിനത്തിലേക്ക് ഒരു വേറെ ഇൻട്രസ്റ്റ് അതങ്ങനെ കടത്തിക്കൊണ്ടുവന്ന് ഗവർണറുടെ ഓഫീസ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഓഫീസിനെ അത് വേറൊരു അജണ്ടയിലേക്ക് സെറ്റ് ചെയ്യാൻ ഗവർണർ ബലപൂർവ്വം ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കുക എന്ന് പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ആവശ്യമാണ്. അതുകൊണ്ടാണ് മന്ത്രി അതിൽ പങ്കെടുക്കാതിരുന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്.
ഈ പ്രസാദൊക്കെ അതിലൊക്കെ നിലപാടുള്ള ആളുകളല്ലേ.